Hello everyone, welcome back. Engineering aspire ചെയ്യുന്ന സ്റ്റുഡൻസ് ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എൻട്രൻസ് എക്സാം ആണ് JEE മെയിൻ. JEE മെയിൻ കൂടാതെ നമ്മൾ കേരളത്തിലുള്ള സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുന്ന മറ്റ് രണ്ട് എക്സാമുകളാണ് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമും അതുപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ കാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമും. കുസാറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുസാറ്റിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇന്റഗ്രേറ്റഡ് MSc പോലെയുള്ള മറ്റ് അനേകം കോഴ്സുകളുണ്ട്. അതിലേക്കൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അതിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് റെലവെന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ആ കാണുന്നതിലേക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കോഴ്സസ്. അതിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രത്യേകം പറയുന്നത് മറൈൻ എഞ്ചിനീയറിംഗിന് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന എൻട്രൻസ് എക്സാം അല്ല. ഈവൻ ദോ ആ കോഴ്സ് ഓഫർ ചെയ്യുന്നത് കുസാറ്റ് ആണെങ്കിലും അതിലേക്കുള്ള എൻട്രൻസ് എക്സാം നടത്തുന്നത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഇന്റഗ്രേറ്റഡ് MSc, BBA, LLB പോലെയുള്ള LLB ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ലോ കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കോഴ്സാണ് BWOC 3 ഇയർ കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതിന്റെ എൻട്രൻസ് എക്സാമും പാറ്റേൺസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ബിടെക്കിൽ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT, മെക്കാനിക്കൽ, സേഫ്റ്റി ആൻഡ് ഫയർ. നൗ ദിസ് ഈസ് സ്പെഷ്യൽ. മറ്റ് സ്ഥാപനങ്ങളൊന്നും നമ്മൾ സാധാരണ കാണാത്ത കുസാറ്റ് എന്ന് പറയുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന് എൻട്രൻസ് എക്സാം ഡിഫറെന്റ് ആണ്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വൺസ് അഗെയിൻ ഈ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് പോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കുസാറ്റിൽ ഇപ്പോൾ IIT-കളിൽ മദ്രാസിലും ഖരഗ്പൂർ IIT-കളിലൊക്കെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ കോഴ്സ് ബിടെക്കിലും MTech ഡുവൽ ഡിഗ്രി ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഒരുപാട് മുന്നേ തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കുസാറ്റ്. സോ ഇതിന് വളരെ നല്ല പ്ലേസ്മെന്റ്, 100% പ്ലേസ്മെന്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളിൽ, മൾട്ടിനാഷണൽ കമ്പനികളിൽ, ഇന്റർനാഷണൽ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ, ഇന്ത്യയിലല്ല പലതും പുറത്താണ് പ്ലേസ്മെന്റുകളൊക്കെ നടക്കാറുള്ളത്. പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 10-11ഓളം ഡിഫറെന്റ് എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലേക്കുള്ള അഡ്മിഷൻ ഉണ്ട്. ഇതൊക്കെ ബിടെക് കോഴ്സുകളാണ്. Now, integrated MSc-ൽ 8 ഇന്റഗ്രേറ്റഡ് MSc ഉണ്ട്. ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജിക്കൽ സയൻസസ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇങ്ങനെ 8 ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ ഈ പറയുന്ന അതിനുള്ള അത് കുസാറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റും ഈ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. BBA LLB, BCom LLB, ഈ H എന്ന് പറയുന്നത് ഹോണേഴ്സ് ആണ്. BSc LLB, ഈ BSc എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലാണ് BSc. ഇങ്ങനെ LLB-യുടെ കൂടെ ഡിഗ്രി കോഴ്സുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് 5 ഇയർ ലോ പ്രോഗ്രാംസ് ഉണ്ട്. മറ്റ് കോഴ്സുകൾ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MCA പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ BWOC 3 ഇയർ ഡിഗ്രി ഇൻ പ്രോഗ്രാമിംഗ്, ബിസിനസ് പ്രോസസ്സസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. അപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള അപ് ടു ഡേ അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റിൽ റിക്വയർഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ പറയുന്നതെല്ലാം തന്നെ. ഇനി ക്യാമ്പസുകൾ, നോട്ടിഫിക്കേഷനിൽ 3 ക്യാമ്പസുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമ്പസ് സിറ്റുവേറ്റഡ് അറ്റ് തൃക്കാക്കര, കുസാറ്റിന്റെ മെയിൻ ക്യാമ്പസ്. കുട്ടനാട് ക്യാമ്പസ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. അതേപോലെ തന്നെ ലേക്ക് സൈഡ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഈ മെയിൻ ക്യാമ്പസിൽ നിന്ന് 12 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഉള്ള മറ്റൊരു ക്യാമ്പസും കൂടെ കുസാറ്റിനുണ്ട്. അപ്പോൾ കുസാറ്റിന് 3 ക്യാമ്പസുകളാണ്. എല്ലാ കോഴ്സുകളും എല്ലാ ക്യാമ്പസുകളും ഇല്ല, അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഇതിലേക്കൊക്കെയുള്ള അഡ്മിഷൻസ് നടക്കുന്നത് ഈ പറയുന്ന നമ്മളിനി പറയാൻ പോകുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ ഡിഫറെന്റ് ടെസ്റ്റുകളുണ്ട്. അതിൽ ആദ്യം പറയുന്ന ടെസ്റ്റ് കോഡ് 1, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് most probably useful ആവുന്നത്. Compulsory test to be taken under CAT 2025 for admission to all BTech programs. എല്ലാ BTech പ്രോഗ്രാംസിലും ഇതാണ് ടെസ്റ്റ്. പിന്നെ പറയുന്നത് MSc 5 ഇന്റഗ്രേറ്റഡ് ഫോട്ടോണിക്സ് മാത്രമല്ല, ആക്ച്വലി മറ്റു എല്ലാ ഇന്റഗ്രേറ്റഡ് MSc-യിലേക്കും ഇത് തന്നെയാണ് ടെസ്റ്റ്. 5 ഇന്റഗ്രേറ്റഡ് MSc in computer science and artificial intelligence and data science. Now this is not for BTech marine engineering, not applicable for BTech marine engineering. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ ലാറ്ററൽ എൻട്രി, സ്വാഭാവികമായിട്ടും ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്ക് ബിടെക്കിലേക്ക് ലാറ്ററൽ എൻട്രി കുസാറ്റിലുണ്ട്. അതിനും ഈ പറയുന്ന ടെസ്റ്റ് അല്ല. സോ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിന് മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് CET എന്ന് പറയുന്ന എക്സാം ആണ് എഴുതേണ്ടി വരുന്നത്. നൗ ടെസ്റ്റ് കോഡ് 1 എന്താണ്? ഇതാണ് നമുക്ക് ബിടെക് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത്. 225 ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 225 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ബേസ്ഡ് ഓൺ +2 സിലബസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 225 ക്വസ്റ്റ്യൻസിൽ 90 മാത്തമാറ്റിക്സ്, 75 ഫ്രം ഫിസിക്സ്, 60 ഫ്രം കെമിസ്ട്രി. The duration of the exam will be 3 hours. 3 മണിക്കൂർ എക്സാം ആണ്. So 3 hours
എന്ന് പറയുമ്പോൾ 180 minutes and 225 questions. ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യന് 1 minute തയ്ച്ച് കിട്ടില്ല. മുമ്പും കുസാറ്റിന്റെ പാറ്റേൺ ഇതിന് മുന്നേയും എക്സാക്ട്ലി ഈ പാറ്റേൺ അല്ലാതിരുന്ന സമയത്തും കുസാറ്റ് എപ്പോഴും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലുള്ള വളരെ ഫാസ്റ്റ് പേസിൽ എഴുതേണ്ട ഒരു എക്സാം ആയിരുന്നു. അതിൽ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്തിട്ട് എളുപ്പമുള്ള അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ എൻഡിലേക്ക് എത്തുകയുള്ളൂ. Now അതിന്റെ ബാക്കി കാര്യങ്ങൾ the test will be conducted such a manner that the physics section will be conducted first physics 60 minutes, അത് കഴിഞ്ഞ് then chemistry section 45 minutes. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ച് തന്നെ ടൈമും ഫിക്സ്ഡ് ആണ്. അതായത് ഫിസിക്സ് നിങ്ങൾക്ക് എഴുതാൻ 60 മിനിറ്റ് സമയമുള്ളൂ. ആദ്യം ഫിസിക്സ് വരും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. then കെമിസ്ട്രിക്ക് 45 minutes, then മാത്തമാറ്റിക്സിന് 75 minutes. സോ ഫിസിക്സ് 60 minutes 75 questions, കെമിസ്ട്രിയിൽ 45 minutes 60 questions, മാത്സിൽ 75 minutes 90 questions. ഒരു 15 ഡിഫറൻസ് എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ഇൻ ദ ടെസ്റ്റ് എ മിനിമം ഓഫ് 10 marks ഹാവ് ടു ബി സ്കോർഡ്. 10 മാർക്ക് സ്കോർ ചെയ്യണം സെപ്പറേറ്റ്ലി ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് 10 marks ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കമ്പൈൻഡ്. സോ ഒരു ബേസിക് മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്നത് മാത്സിൽ 10 മാർക്ക്, ഫിസിക്സിലും കെമിസ്ട്രിയിലും കൂടെ 10 മാർക്കും എന്തായാലും നിർബന്ധമായിട്ടും വേണം. In CAT examination for ranking the candidates for BTech program 5-year integrated MSc in computer science, this requirement of minimum marks however will not be applicable for candidates coming under Kerala schedule. SC/ST സ്റ്റുഡൻസിന് ഈ പറയുന്ന 10 മാർക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ല. സോ ഇതാണ് എക്സാമിനേഷന്റെ പാറ്റേൺ, ഇതാണ് ടെസ്റ്റ് കോഡ് 1. ബിടെക് ഉദ്ദേശിക്കുന്നവർക്കും ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഉദ്ദേശിക്കുന്നവർക്കും ഇതാണ് എഴുതേണ്ട ടെസ്റ്റ്. ഇതല്ലാതെയും ടെസ്റ്റുകൾ വേറെ ഉണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. The students applying for 5-year integrated MSc mathematics, 5-year integrated MSc in statistics, so maths, statistics, chemistry, 5-year integrated MSc in physics, MSc in computer science, artificial and data science, 5-year integrated photonics shall write the entrance examination with the test code 1. അപ്പോൾ എല്ലാ ഇന്റഗ്രേറ്റഡ് MScക്കും ടെസ്റ്റ് കോഡ് എന്ത് തന്നെയാണ് 1. അതിലില്ലാത്ത ഏതോന്ന് ഐ തിങ്ക് ബയോളജിയുമായി റിലേറ്റ് ചെയ്ത ഏതൊരു ഭാഗം ഇന്റഗ്രേറ്റഡ് MScയുടെ ഒരു ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു. ദാറ്റ് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, സോ ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വരുന്ന ടെസ്റ്റ് കോഡ് 101 തന്നെയാണ് ഇന്റഗ്രേറ്റഡ് MScയിലെ ഈ പറയുന്നതിലെല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നത്. ലൈക്ക് 6 എണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റുഡൻസ് അപ്ലൈയിങ് ഫോർ 5 ഇന്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസസ് ടെസ്റ്റ് കോഡ് 104. ഈ 104 എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി നേരത്തെ പറഞ്ഞ അതേ കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ മാത്തമാറ്റിക്സിന് പകരം ബയോളജി വരുന്നതാണ് ടെസ്റ്റ് കോഡ് 104. അതേപോലെ തന്നെ MSc ഇൻ എൻവിറോൺമെന്റൽ സയൻസസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ എയ്തർ ടെസ്റ്റ് കോഡ് 101 ഓർ ടെസ്റ്റ് കോഡ് 104. അപ്പോൾ ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് MSc എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി അതിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ടെസ്റ്റ് കോഡ് 101 അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ടെസ്റ്റ് കോഡ് 104 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ എല്ലാ ബിടെക്കിനും എല്ലാ ഇന്റഗ്രേറ്റഡ് MScക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ 101 104 എഴുതണം. കാരണം ഇതിന് നിർബന്ധമായിട്ടും 104 വേണം ഇതിന് MSc ബയോളജിക്കൽ സയൻസസിന്. ഇനി അത് നിങ്ങൾ നോക്കുന്നില്ല എങ്കിൽ 101 എഴുതിയാൽ മതി. എല്ലാ ബിടെക്കുകളും ഇതല്ലാത്ത ബയോളജിക്കൽ സയൻസസ് അല്ലാത്ത എല്ലാ ഇന്റഗ്രേറ്റഡ് MScകളും ആ 101 ടെസ്റ്റിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. പാറ്റേൺ ഫോർ ടെസ്റ്റ് കോഡ് 1 അത് ഓൾറെഡി മെൻഷൻ ചെയ്ത പാറ്റേൺ ആണ്. ഫിസിക്സ് 75, കെമിസ്ട്രി 60, 90. സോ 3 മാർക്കാണ് ഒരു ക്വസ്റ്റിന്, +3 -1. ഇതാണ് പാറ്റേൺ. അതായത് ഇതാണ് മാർക്കിംഗ് സ്കീം. 104 വരുമ്പോൾ ബയോളജി അതായത് മാത്തമാറ്റിക്സിൽ 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നേരെ ബയോളജി 90 ക്വസ്റ്റ്യൻസ് ആവും. ബാക്കിയുള്ളതിലൊന്നും യാതൊരു വ്യത്യാസമില്ല, ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ, സോ ഇതാണ് 101 104. ഇതാണ് മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ളത്. ഇനി BVOC പ്രോഗ്രാമിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ടെസ്റ്റ് കോഡ് 103 ആണ്. അതിന്റെ ഡ്യൂറേഷൻ 2 hours ആണ്. അതിൽ 150 ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ബേസ്ഡ് ഓൺ സബ്ജക്ട് വൈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ റീസണിങ്, കോംപ്രിഹെൻഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് എബിലിറ്റി. Now ഇതിൽ 150 questions, total 150 questions, 60 will be test numerical reasoning, 45 proficiency in English language, 45 will be the test for comprehension, logical reasoning. അങ്ങനെ ആണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് 60 45 45. Okay, the duration will be 2 hours. 2 hours 150 questions ആണ് പറഞ്ഞിട്ടുള്ളത്. സോ വൺസ് അഗൈൻ 120 മിനിറ്റും 150 ക്വസ്റ്റ്യൻസും. സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അങ്ങനെ തന്നെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ എക്സാമിന്റെ എൻഡിലേക്ക് നമ്മൾ എത്താത്ത സാഹചര്യം ഉണ്ടാകും. ഇനി കമ്പൽസറി ടെസ്റ്റ് ബി ടേക്കൺ ഫോർ CAT 2025 ടു അഡ്മിഷൻ ടു നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാംസ്, BBA LLB അല്ലെങ്കിൽ BCom LLB അല്ലെങ്കിൽ BSc LLB ഒക്കെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് കോഡ് 201 ആണ്. അതിന്റെ ഡീറ്റെയിൽസ്
താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അതിന് പാർട്ട് 1 പാർട്ട് 2 രണ്ട് പാർട്ടുകളായിട്ടാണ്. ലോ റിലേറ്റഡ് മാറ്റേഴ്സ് 25 ക്വസ്റ്റ്യൻസ്, റീസണിങ് ലോജിക്കൽ തിങ്കിങ് 50 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇംഗ്ലീഷ്, GK അങ്ങനെ 50-25 അങ്ങനെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ എക്സാമുകൾ എഴുതാം, അങ്ങനെ ഒരു നിർബന്ധം ഇത്ര എക്സാമുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഫീസിൽ വ്യത്യാസം ഉണ്ടാകും. അതിലേക്കും പോകുന്നതിന് മുന്നേ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 10th ആണ്. എക്സാം നടക്കുന്നത് ഇത് പല പല ദിവസങ്ങളായിട്ടാണ് എക്സാം നടക്കുന്നത്. നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള 101 ബിടെക്കിനുള്ളതും അതേപോലെ തന്നെ ബയോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 104, അതേപോലെ തന്നെ BVOCന് നമ്മൾ എടുക്കേണ്ട 103, ഇതെല്ലാം വരുന്ന ഡേറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ദിവസങ്ങളായിക്കോളണം എന്നില്ല. അതിൻ്റെ വരുന്ന ഡേറ്റുകൾ മെയ് 10, 11, 12 ആ ഡേറ്റുകളിലൊക്കെ ആയിട്ടാണ് ഈ എക്സാം വരുന്നത്. ഇനിയിപ്പോൾ 101ഉം 104ഉം എഴുതുന്ന ആളാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി രണ്ടിനും സെയിം ആണ്. മാത്സും ബയോളജി അഡീഷണൽ പേപ്പറും കൂടെ ഉണ്ടാവും. ഇത് ഒന്നിച്ചാണ് നിങ്ങൾ എഴുതുക എന്ന് മനസ്സിലാക്കുക. നൗ അപ്ലൈ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിലാണ്. ആപ്ലിക്കേഷൻ ഫീ 1500 രൂപയാണ്. SC/ST സ്റ്റുഡൻസിന് 700 ആണ്. അതിന്റെ ബേസിൽ നിങ്ങൾക്ക് മാക്സിമം 2 ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ 101ഉം 104ഉം നിങ്ങൾ എഴുതാൻ വിചാരിക്കുന്നുവെങ്കിൽ 1500 രൂപ കൊടുത്താൽ മതി. അതിന്റെ കൂടെ 103 അല്ലെങ്കിൽ നിയമം പഠിക്കാൻ വേണ്ടി 201 നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതിന് ഓരോ അഡീഷണൽ ടെസ്റ്റിനും 500 rupees ആണ്. SC/ST സ്റ്റുഡൻസിന് 250 rupees ആണ്. സോ അഡീഷണൽ പേപ്പറുകൾ നമ്മൾ CUT എക്സാമിനൊക്കെ ഉള്ളതുപോലെ അഡീഷണൽ ടെസ്റ്റുകൾ എടുക്കുന്നതിനനുസരിച്ച് 500 രൂപ എക്സ്ട്രാ വരും. 2 ടെസ്റ്റുകൾ എഴുതാൻ 1500 രൂപ മതി. ഇതാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. സോ കുസാറ്റിൽ വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. നിങ്ങൾ സയൻസ് പഠിച്ചുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, പ്യുവർ സയൻസ് ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ എടുക്കാം. ലോ ഒക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് ഇന്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാംസ്. അതല്ല എങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളും ഒരുപാട് കുസാറ്റിലുണ്ട്. അതിൽ തന്നെ വളരെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഫയർ ആൻഡ് സേഫ്റ്റിയും അതേപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. മറ്റൊരു കാര്യമുള്ളത് മറൈൻ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാം ഇതല്ല, ഇറ്റ്സ് ഡിഫറെന്റ്. അത് മെരിടൈം യൂണിവേഴ്സിറ്റിയാണ് നടത്തുന്നത്. ഓക്കെ, സോ കുസാറ്റിൽ ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും അഡ്മിഷൻ എടുക്കാറുണ്ട്. നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.